ഞങ്ങളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തിയ പരിശുദ്ധമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അന്ന കൊച്ചുമലയിൽ. ഞാനൊരു മരിയൻ മിഷണറിയാണ്. പ്രത്യേകിച്ച് വയനാട് ആദിവാസി ഉന്നതി കൂട്ടായ്മ മേഖലകളിൽ കൃപാസന ശുശ്രൂഷ ചെയ്യുന്ന ഒരു മരിയൻ മിഷണറിയാണ് ഞാൻ. ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് പ്രേമചേച്ചിയും രാജൻ ചേട്ടനും വന്നിരിക്കുന്നത്. ഇവരെങ്ങനെയാണ് കൃപാസനത്തിലെത്തിയത് എന്നതിനെക്കുറിച്ച് ചെറിയൊരു ആമുഖം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലുള്ള ജയശ്രീ എന്ന് പറയുന്ന ഒരു ഹിന്ദു ചേച്ചി ബത്തേരി ഹോസ്പിറ്റലിൽ ഡോക്ടർ കാണാൻ പോയ സമയത്ത് മാതാവ് ആ ചേച്ചിയോട് പറഞ്ഞു, ഈ ജയശ്രീ എന്ന് പറഞ്ഞ ചേച്ചി ഉടമ്പടി എടുത്ത് വിജയിപ്പിച്ച് ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയാണ്. അപ്പോൾ ആളോട് മാതാവ് പറഞ്ഞു, നീ പോയി ലാബിൻ്റെ അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ചേച്ചി മാതാവിനോട് ചോദിച്ചു, മാതാവേ ഇവിടെ ആരും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ മാതാവ് പറഞ്ഞതല്ലേ എന്നോർത്ത് ആൾ അവിടെ ചെന്നിരുന്നു. ആ ഇരുന്ന സമയത്ത് ഈ പ്രേമചേച്ചിയുടെ ചേച്ചി അനിത അവിടെ ഇരിക്കുന്നു. അവിടെ വന്നിരുന്നിട്ട് ഈ ജയചേച്ചിയോട് ചോദിച്ചു, ആരെവിടെ കിടക്കുന്നേ? അപ്പോൾ ഇവരും ഇങ്ങോട്ട് ചോദിച്ചു, ആരാ കിടക്കുന്നതെന്ന്. അപ്പോൾ ആ സമയത്താണ് ഈ ജയചേച്ചി മാതാവിൻ്റെ കാശുരൂപം കൊടുക്കുകയും അപ്പോൾ ഇവർ പറഞ്ഞു, 1 വർഷമായിട്ട് ഇവർ കൃപാസനത്തിൽ വരാനായിട്ട് എങ്ങനെ പോകുമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു എന്ന്. അങ്ങനെ ജയചേച്ചി എനിക്ക് ഇവരുടെ കാര്യം കൈമാറുകയും ഞങ്ങൾ ഇവരുടെ ഭവനത്തിൽ പോയി ഇവരെ കണ്ട് സംസാരിച്ച് ഇവിടെ കൃപാസനത്തിൽ വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ചെയ്തു. വയനാട് ബത്തേരിയിൽ നിന്ന് ചെതലയം എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് ആനകളൊക്കെ ഇറങ്ങുന്ന ഒരു ഉൾക്കാട്ടിലാണ് ഇവർ താമസിക്കുന്നത്. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് പ്രേമ, എൻ്റെ ഭർത്താവിൻ്റെ പേര് രാജൻ. എനിക്ക് സുഖമില്ലാണ്ടായിരുന്നു, സോറിയസിൻ്റെ അസുഖമായിട്ട് 7 വർഷത്തോളം ഞാൻ കഷ്ടപ്പെട്ടു. അന്ന് വിണ്ട് കീറി തൊലിയൊക്കെ പൊളിഞ്ഞ് ചോര വാർന്ന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിരിക്കുകയായിരുന്നു. അപ്പം ഒറ്റമുണ്ട് കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റില്ല, സ്മെല്ല് അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുന്ന പല ഡോക്ടർമാരും മെഡിക്കൽ കോളേജ് മുതൽ മാനന്തവാടി ചെന്നൈയിൽ നിന്ന് മരുന്ന് വരുത്തിയിട്ട് ഒക്കെ തേച്ച് നോക്കി. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ഇടയിലുള്ള മന്ത്രവാദങ്ങളും ദൈവത്തിൻ്റെ കോളുകളും മുഴുവനും കൊടുത്ത് ചെയ്തു. എന്നിട്ട് പൂജ കർമാദികൾ ചെയ്തു. എന്നിട്ടൊന്നും ഒരു കുറവില്ലാണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ചേച്ചി വന്നിട്ട് പറയണേ, ഇങ്ങനെ ഉടമ്പടി ഉണ്ട്, ഇങ്ങനെ കൃപാസനം എന്നൊരു സ്ഥലമുണ്ട്, ആലപ്പുഴയിലാണ്, അവിടെ നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് അന്ന എന്ന് പറഞ്ഞ ഈ സിസ്റ്ററെ എനിക്ക് പരിചയപ്പെടുത്തി തന്ന്, നമുക്ക് അന്നേനെ വിളിക്കാമെന്ന് പറഞ്ഞു. അന്ന സിസ്റ്ററിനെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ ഉടനടി അവർ എത്തി വന്ന് ഉപ്പും തൈലവും ഇട്ട് എനിക്ക് പ്രാർത്ഥിച്ച് തന്നു. അന്ന് ഭയങ്കര ചൊറിച്ചിലും ഭയങ്കര വേദനയായിരുന്നു. അപ്പം വേദന ഇച്ചിരി കുറഞ്ഞു, എനിക്കിച്ചിരി ഉറങ്ങാനായി. അന്നേരം ഞാനത് രാജേട്ടനോട് പറഞ്ഞു, ഇങ്ങനെയാണ് സംഗതി, സിസ്റ്റർ വന്നായിരുന്നു, എനിക്ക് പ്രാർത്ഥിച്ച് തന്നു, ഞാൻ രാത്രിക്ക് ഇച്ചിരി ഉറങ്ങിയില്ലോ എന്ന് പറഞ്ഞു. നീ ഇച്ചിരി ഉറങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം നമ്മുടെ അമ്മേൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം നമുക്ക് കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നെടി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു, തമ്പുരാനെ എന്തെങ്കിലും ഒരു അടയാളം ഞങ്ങൾക്ക് കിട്ടണ ഈശോനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് 1992 ഞങ്ങൾ വനപ്രദേശത്തായിരുന്നു താമസം. വനപ്രദേശത്ത് ഞങ്ങൾക്ക് കൈവശരേഖയിൽ അളന്നത് 1992 അളന്നിട്ട് എല്ലാവർക്കും കൈവശരേഖ കിട്ടി, ഞങ്ങൾക്ക് മാത്രം കിട്ടിയില്ല. അതിനെക്കുറിച്ച് ഞങ്ങൾ മറന്നിരുന്നു. പക്ഷെ അന്ന് പറഞ്ഞപ്പോൾ ഒന്ന് എടുത്ത് പറഞ്ഞിരുന്നുള്ളൂ. ഒരുപാട് അപേക്ഷകൾ ഫോറസ്റ്റ് ഓഫീസിലും വില്ലേജിലും ട്രൈബൽ ഓഫീസിലൊക്കെ കൊടുത്തു, ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു കാര്യം പറഞ്ഞത്, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല, ഞങ്ങളിങ്ങനെ പറഞ്ഞു, അമ്മ മാതാവേ ഈശോയെ ഞങ്ങൾക്ക് ഇതെങ്ങനെയെങ്കിലും കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഇരുന്നു. ഞങ്ങൾ 14 മാസം 25 വർഷത്തിൽ ഞങ്ങളിവിടെ വന്നു പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു കഴിഞ്ഞ് 8 ദിവസം വീട്ടിൽ ചെന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് 8 ദിവസം ഉപ്പ് വെള്ളത്തിലിട്ട് കുളിക്കുമായിരുന്നു, തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. 8 ദിവസത്തിനുള്ളിൽ എൻ്റെ അസുഖങ്ങളൊക്കെ മാറി, ചൊറിച്ചിലൊക്കെ മാറി. അതേപോലെ ഞങ്ങളുടെ ഈ കൈവശരേഖ
ഫോറസ്റ്റ് വകയിലായിരിക്കുന്ന ഈ ഭൂമിയാണല്ലോ. ആ കൈവശ രേഖ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ അമ്മ മാതാവും ഈശോയും ഞങ്ങളെ അനുഗ്രഹിച്ചു. വാങ്ങാനായിട്ട് പോകാൻ വണ്ടിക്കൂലിക്ക് ഇത്തിരി കുറവായിരുന്നു. എന്തായാലും രണ്ടുപേർക്കും പണിയില്ല, മോൻ പണിയെടുത്ത് വന്ന കൂലിപ്പണിക്കാരാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അയ്യോ നമ്മളെങ്ങനെയാണ് ഇത് വാങ്ങാൻ? ട്രൈബൽ ഓഫീസിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ട്രൈബൽ ഓഫീസിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞ എന്തെങ്കിലും ചെയ്യാടി, നോക്കാം നാളെ ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ കൗൺസിലർ വിളിച്ചു പറയുന്നു, പ്രേമ ചേച്ചി നിങ്ങൾ ട്രൈബലിലേക്ക് പോകണ്ട, നിങ്ങളുടെ കൈവശ രേഖ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് തരാമെന്നും പറഞ്ഞ് പിറ്റേ ദിവസം വീട്ടിൽ കൊണ്ടുവന്ന് എനിക്കിത് ഈ കൈവശ രേഖ തന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട മൂലയ്ക്ക് തന്നെ ഒരു തെങ്ങ് ഇരിപ്പുണ്ട്. ആ തെങ്ങ് മൊത്തം നല്ല കായയായിരുന്നു. അത് പെട്ടെന്ന് എന്താണെന്നറിയാം, മണ്ടേരി പിടിച്ച് അതിൻ്റെ മടലയൊക്കെ പൊളിഞ്ഞു പോയി, മേലൊക്കെ പോയി, അടിമടല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞാനെന്താക്കി, ഉപ്പ് കൊണ്ടുപോയി അതിൻ്റെ ചോട്ടിലിട്ടു. അമ്മ മാതാവേ ഈശോയെ, ഞങ്ങൾക്ക് ഇതിങ്ങനെ മണ്ടേരി വന്നു പോയല്ലോ, എന്താ വെച്ചപ്പോൾ ചെയ്യുക എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞങ്ങൾ കുറേ നാളുകൾക്ക് കഴിഞ്ഞപ്പോൾ ചെറിയ കൂമ്പെടുത്തു. ഇപ്പം അതിനകത്ത് തേങ്ങ കായ്ച്ചു തുടങ്ങി, പൂക്കലയിട്ട് തേങ്ങ കായ്ച്ചു തുടങ്ങി. ഈശോയ്ക്കും അമ്മയ്ക്കും പിന്നെയും നന്ദി അർപ്പിക്കുന്നു. ഈ ഉടമ്പടി ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. എന്നുവെച്ചാൽ അമ്മയും തിരുകുമാരനും ഒരുപാട്, ഈശോയും ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. കാരുണ്യ പ്രവർത്തനം, എന്നാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യും. വിശക്കുന്ന വയറിന് ഞാൻ ഒരിക്കലും ഇല്ലയെന്ന് പറയില്ല. ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കും. രോഗികളെ ഞാൻ നോക്കും. ഞങ്ങളുടെ കോളനിയിൽ ഉന്നതിയിൽ തന്നെയുള്ള ഗർഭിണികൾ ആശുപത്രി പോകാനില്ലെങ്കിൽ അവർക്ക് ഓട്ടോറിക്ഷ പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കും. പൈസ പിന്നെ എപ്പോഴെങ്കിലും കൊടുക്കും. സാമ്പത്തികം ഇല്ലെങ്കിലും ഞാനത് അവരുടെ വിഷമം കണ്ട് ഞാനത് ചെയ്യും. ഞങ്ങളുടെ ഇടയിലുള്ള വിഷമമാണല്ലോ, അത് ഞാൻ ചെയ്യും. പത്രം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ദേശത്ത് എനിക്ക് ഈ സാക്ഷ്യം, ഇത്രയും വലിയൊരു സാക്ഷ്യം ഒരുക്കി തന്ന മാതാവിനും തിരുകുമാരനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സക്കറിയ 9:8 ആരും കയറിയിറങ്ങി നടക്കാതിരിക്കുവാൻ ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും പാളയമടിച്ചു കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേൽ ഉണ്ട്. പ്രീമ എന്ന ഈ സഹോദരിയുടെ അതിശക്തമായ ഉടമ്പടി സാക്ഷ്യമാണ് അമ്മ മാതാവിൻ്റെ തിരുവൾത്താരയിൽ നാം കേട്ടത്. ഈ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് വയനാട്ടിലെ ഉൾക്കാട്ടിൽ ചിതലയം ഉന്നതി എന്ന ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള സഹോദരിയാണ് പ്രീമ. അതത്ര എളുപ്പമല്ല. അത്രയും ഉൾക്കാട്ടിൽ നിന്ന്, ആ സമൂഹത്തിൽ നിന്ന് ഒരു കുടുംബം അമ്മ മാതാവിൻ്റെ തിരുനടയിൽ വന്ന് അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ ലോകത്തോട് വിളിച്ചു പറയുക എന്നത്. പരിശുദ്ധമ്മയുടെ ശക്തമായ സാന്നിധ്യം, ഈശോയുടെ വലിയ സംരക്ഷണം ആ സമൂഹങ്ങളിലേക്ക് പ്രവഹിക്കുകയും അവരെ സംരക്ഷിക്കുകയും അവരുടെ ജീവിത വിഷയങ്ങളെ പരിഹരിക്കും വിധം ഇടപെട്ട് തുടങ്ങുകയും ചെയ്യുന്നു എന്നതിൻ്റെ ഒരടയാളം കൂടിയാണ് ഈ സാക്ഷ്യം. സഹോദരി 2 കാര്യങ്ങളാണ് ലോകത്തോട് വെളിപ്പെടുത്തിയത്. ഒന്ന്, വർഷങ്ങളായുള്ള സോറിയാസിസിൻ്റെ അസുഖമാണ്. ഏറെ വർഷങ്ങൾ ഒത്തിരി മരുന്നുകൾ, ഒത്തിരി മന്ത്രങ്ങൾ, ഒത്തിരി പൂജകൾ ഒക്കെ ചെയ്ത് അത് പരീക്ഷിച്ച് പരാജയപ്പെട്ട് ജീവിതം മുഴുവനും ഈ വലിയ ക്ലേശപൂർണമായ രോഗദുരിതത്തിൽ മുന്നേറുക മാത്രമേ ഉള്ളൂ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് മറ്റ് വ്യക്തികളിലൂടെ ഈ ആലപ്പുഴയിലുള്ള കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. എവിടെയാണെന്നോ എങ്ങനെ പോകണമെന്നോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇവിടെ എത്തിച്ചേരുമെന്നോ ഒന്നും അറിയാതെ ഈ ഒരു ഇടത്തെക്കുറിച്ച് കേട്ട അറിവ് മാത്രമാണ് ആദ്യം കുടുംബത്തിനുള്ളത്. പിന്നീടാണ് ഈ കൂടെ നിൽക്കുന്ന ഈ സഹോദരി പ്രേക്ഷിതയെ കണ്ടെത്തുന്നത്. ആ പ്രേക്ഷിതയെ പല കാര്യങ്ങൾക്കായി ഓരോ ഇടങ്ങളിൽ, ഓരോ ആദിവാസി ഉന്നതികളിലും കയറി ഇറങ്ങി കൃപാസന മാതാവിൻ്റെ ശുശ്രൂഷകയായി സുവിശേഷത്തെ കൈമാറുന്ന, ദൈവസ്നേഹത്തെ കൈമാറുന്ന, ജീവിത വിഷയങ്ങളെ ഏറ്റെടുത്ത് അമ്മ മാതാവിന് സമർപ്പിച്ച് അമ്മയുടെ സഹായം എത്തിക്കുന്ന പ്രേക്ഷിതയായി ഇങ്ങനെ ഉന്നതിയിൽ എത്തുമ്പോഴാണ്, ചിതലയും ഉന്നതിയിൽ ഈ അമ്മയും ജീവിത പങ്കാളിയും
അവരുടെ ജീവിത ദൈന്യതയെക്കുറിച്ച് ഏൽപ്പിച്ചു പറയുന്നത്. അങ്ങനെയാണ് മറ്റ് ചിലരോടൊപ്പം ഇവിടെ വന്ന് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുക്കുന്നത്. സഹോദരി പറയുന്നുണ്ട്, ആദ്യം ആ ഉന്നതിയിൽ വെച്ച് തന്നെ, ഊരിൽ വെച്ച് തന്നെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും ചേർത്ത് ആ സൊറിയാസിസുള്ള ഇടങ്ങളിലൊക്കെയും കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ആ തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ വല്ലാത്ത നീറ്റലും ഭയങ്കര ചൂടുമായി ആ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടു. രാത്രികളിൽ അല്പം കൂടി ഒന്ന് ഉറങ്ങുവാൻ സാധിച്ചു. എന്നിട്ടാണ് ഈ സഹോദരിയോടൊപ്പം ഇവിടെ അമ്മയുടെ തിരുനടയിലെത്തി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് തിരികെ ചെന്ന് 8 ദിവസങ്ങൾ കൊണ്ട് തൈലം പൂശി കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നതിലൂടെ ആ ശരീരത്തിലുണ്ടായിരുന്ന ഏറെ വർഷങ്ങൾ പഴക്കമുള്ള ഒത്തിരി മരുന്നും മന്ത്രവും പൂജയും ചെയ്ത് യാതൊരു പ്രയോജനവുമില്ലാതിരുന്ന സൊറിയാസിസിൻ്റെ മുഴുവൻ രോഗവും ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമായതാണ് സഹോദരി എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ, അമ്മയുടെ അരികിൽ വിശ്വാസത്തോടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ അമ്മ മാതാവ് ഈശോയിലൂടെ എത്ര കണ്ട് കുടുംബത്തിന് സംരക്ഷണം നൽകിയെന്ന് ഏറ്റുപറയുകയാണ്. മറ്റൊന്ന്, പട്ടയമില്ലാത്ത അവസ്ഥ. പലർക്കും അത് ലഭിക്കുന്നുണ്ട്. കാടിനുള്ളിലായതുകൊണ്ട്, സർക്കാർ ഭൂമിയായതുകൊണ്ട് പട്ടയം കിട്ടാതെ ഏറെ വർഷങ്ങളായി ക്ലേശിക്കുമ്പോൾ അമ്മയുടെ അരികിൽ, അതും നിയോഗം എഴുതി സമർപ്പിച്ച് അല്പനാളുകൾ കഴിയുമ്പോൾ പ്രത്യേക അധ്വാനവും പരിശ്രമവുമില്ലാതെ അമ്മ മാതാവും ഈശോയും കൂടി പട്ടയം കരങ്ങളിലെത്തുന്ന വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ച് കൊടുത്തതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ചെറിയ കാര്യങ്ങളല്ല. രോഗത്തിൻ്റെ സൗഖ്യമാണെങ്കിലും സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പട്ടയം കരങ്ങളിലേക്ക് ലഭിക്കുന്ന വിഷയമാണെങ്കിലും അമ്മ ഏറ്റെടുത്ത് ഒരു പുതിയ പ്രദേശത്ത് തൻ്റെ സന്ദേശത്തെയും സാന്നിധ്യത്തെയും അറിയിച്ചുകൊണ്ട് തൻ്റെ സുവിശേഷത്തെയും തൻ്റെ സ്നേഹത്തെയും താൻ ഇടപെട്ട് തൻ്റെ മകനിലൂടെ നൽകുന്ന രക്ഷയെയും കുറിച്ച് ഒരു പുതിയ വർത്തമാനം ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് എത്തിക്കുകയാണ്. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ഈ കുടുംബത്തിന് അമ്മയിലുള്ള ശരണപ്പെടൽ, വിശ്വാസം നൽകിയതിന്, സൗഖ്യം നൽകിയതിന്, ഭൗതിക ജീവിതത്തിൽ ലഭിച്ച നന്മകൾക്ക് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.